ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിലും അതുപോലെ കുറച്ച് സ്ഥലങ്ങളിലും ബി.ജെ.പി. പച്ച വർഗീയത പാർട്ടിയാണെങ്കിലും വിജയിച്ചെന്നുള്ളത് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ആ സങ്കടം ഉണ്ടാക്കുന്ന വാർത്തകൾക്കിടയിലും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയും ഈ ഇലക്ഷനിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്ത എന്താ വെച്ചാല് നമ്മളെ ലസിത പാലക്കലില്ലേ, പാലക്കൽ അമ്മായിയും നമ്മളെ ചേറായിയും പിന്നീട് അദീന ബാറി എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട വർഗീയവാദിനില്ലേ ഓളും പിന്നെ ഉല്ലാസ് ബാബു എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സംഖ്യയൊക്കെ പണ്ടാരടങ്ങി തോറ്റ് എന്ന് പറഞ്ഞാണ്ടല്ല എട്ട് നിലയെ പൊട്ടി. ഈ തോറ്റ വാർത്തകളിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ വാർത്ത ഏതാണെന്നറിയാം? നമ്മളെ പാലക്കൽ അമ്മായിന തലശ്ശേരി കുട്ടിമാക്കൂലിലെ ജനങ്ങള് ചൂലുകൊണ്ട് ചാണകം തളിച്ച ചൂലുകൊണ്ട് ഓടിച്ചെന്നുള്ള വാർത്തയാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന വാർത്ത. കുട്ടിമാക്കൂലിലെ ജനങ്ങൾ പറഞ്ഞ് പാലക്കലെ നിന്റെ പച്ച വർഗീയതായിട്ട് നമ്മൾ ഈ വാർഡിന്റെ 7 അയലത്ത് വരണ്ടെന്ന് പറഞ്ഞു. പാലക്കലമ്മായിക്ക് ആ വാർഡ് കിട്ടിയ വോട്ട് എത്ര അറിയാം? 23 വോട്ട്. പാലക്കലമ്മായി അവിടെ വിജയിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ല, എന്റെ അഭിപ്രായത്തിൽ ഒരു 4-5 ലക്ഷം രൂപ ബി.ജെ.പിക്കാർക്ക് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഒരു രൂപ പാലക്കലമ്മായി അവിടെ ചെലവാക്കിയിട്ടില്ല. ബി.ജെ.പിക്കാർ ഇപ്പൊ പാലക്കലമ്മയോട് ചോദിക്കും, ഈ 5 ലക്ഷം രൂപ നിനക്ക് തന്നത് ഈ 23 വോട്ടിനാണോ എന്ന്. അതുകൊണ്ട് പാലക്കലമ്മായി തോറ്റത് മാത്രമല്ല പ്രശ്നം, 5 ലക്ഷം രൂപക്കും കൂടി പാലക്കലമ്മായി കണക്ക് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഈ 8 നിലയിൽ പൊട്ടിട്ട് നാണവുമാരില്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ പാലക്കലമ്മായി ഒരു പോസ്റ്റ് ഇട്ടിനെ. ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ വായിച്ചു തരാം. സത്യം തോറ്റു, മിഥ്യ വിജയിച്ചു, എങ്കിലും സത്യം വിജയിക്കുന്നവരെ പോരാട്ടം തുടരും. വോട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. തോൽവിയിൽ മനം മടുത്ത് ഒരിക്കലും വീട്ടിലിരിക്കില്ല. ഇനിയും പോരാട്ടം തുടരുക തന്നെ ചെയ്യുന്നു. അതായത് പച്ച വർഗീയതയും ഇതുപോലുള്ള പച്ച കള്ളങ്ങളുമായിട്ട് ഇനിയും സോഷ്യൽ മീഡിയയിൽ പാലക്കലമ്മായി വരുമെന്നാണ് പാലക്കലമ്മായി പറഞ്ഞു വരുന്നത്. എന്റെ പാലക്കലമ്മായി സത്യനും മിഥ്യനെന്നല്ല അവിടെ ജയിച്ചേ, അവിടുത്തെ കുട്ടിമാക്കുല്ല ജനങ്ങളാണ് വിജയിച്ചത്. നിന്നെപ്പോലത്തെ ഒരു വർഗീയ ചാണകത്തെ അവിടെ നോട്ടിച്ചതിലൂടെ ആ കുട്ടിമാക്കുല്ലെ നല്ലവരായ ജനങ്ങളാണ് വിജയിച്ചത്, അല്ലാണ്ട് സത്യനും മിഥ്യനും നല്ലട്ടാ. ഇനി അടുത്ത സന്തോഷമുണ്ടാക്കിയ പരാജയമാണ് അദീന ഭാരതി എന്ന ഒരു കുലസ്ത്രീ സംഘിണിയുടെ പരാജയം. അദീന ഭാരതി എന്ന ഈ സംഘി വിഷം പൊട്ടി എന്ന് പറഞ്ഞാൽ 8 നിലയെ പൊട്ടി. ആ വാർത്ത ഒന്ന് വായിക്കാം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരിങ്കുന്നം ഡിവിഷൻ NDA സ്ഥാനാർത്ഥി അദീന ഭാരതി പരാജയപ്പെട്ടു. എന്തൊരു സന്തോഷം എന്നറിയാം ആ വാർത്ത കേട്ടപ്പോ. ഈ വർഗീയ ചാണക സംഘിണിയെ ഇടുക്കിയിൽ നിന്ന് അടിച്ചോട്ടിച്ച ഇടുക്കിയിലെ നല്ലവരായ ജനങ്ങൾക്ക് ഒരുപാട് നന്ദി. മരിച്ച ആൾക്കാരെ വരെയും വൃത്തികേട് പറഞ്ഞിട്ട് യാതൊരു പശ്ചാത്താപവും ഇല്ലാണ്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് വീണ്ടും ആവർത്തിച്ച ഇതുപോലുള്ള ചാണക സംഘികളെങ്ങാനും വിജയിച്ചിട്ടുണ്ടെങ്കിലല്ല, അത് മനുഷ്യത്വത്തിന്റെ പരാജയമായി പോകും. അങ്ങനെ മനുഷ്യത്വത്തെ പരാജയപ്പെടുത്താതിരുന്നതിനാണ് ഇടുക്കിയിലെ ജനങ്ങളെ നിങ്ങളോട് ഞാൻ നന്ദി പറഞ്ഞത്. ഇവളും നമ്മളെ ലസിത പാലക്കലുണ്ടല്ല, തോറ്റത് കൊണ്ട് ഒരിക്കലും നന്നാകുന്ന ആരും തെറ്റിദ്ധരിച്ചേക്കല്ലാട്ടാ. ഇവര് ഇനിയും വർഗീയത കൂട്ടിട്ട് വർഗീയതയുടെ ഡോസ് കൂട്ടിയിട്ട് മാത്രമേ ഇവരെ സോഷ്യൽ മീഡിയയിൽ ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റൂ. പക്ഷെ പാലക്കലമ്മായി തോറ്റതിന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അദീന ഭാരതി ഉണ്ടല്ല, തോറ്റതിന്റെ വിവരം പുറത്ത് പറഞ്ഞില്ല. ഓരോ വിചാരം ഉണ്ടല്ല, ഒരു തോറ്റത് ആരും അറിയില്ല എന്നാണ്. എന്റെ അദീന ഭാരതി, നീ തോറ്റ വിവരം നീ അറിയുന്നതിന് മുമ്പിലെ മലയാളികൾ മൊത്തം അറിഞ്ഞു. അടുത്ത സന്തോഷം ഉണ്ടാക്കുന്ന വാർത്ത ഏതെന്നറിയാം? നമ്മളെ ചേറായി അണ്ണൻ ശ്രീ ചേറായി അണ്ണൻ 8 നിലയിൽ പൊട്ടി എന്നുള്ള വാർത്തയാണ് അടുത്ത ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് രാവിലെ മുതൽ രാത്രി വരെ പച്ച വർഗീയത പറഞ്ഞ നമ്മളെ ചേറായി അണ്ണനെ ചേറായിലെ നാട്ടുകാർ ചേറാകാതിരിക്കാൻ വേണ്ടി, ആ നാടിന്റെ മേല് ഒരു ചേറും വരാതിരിക്കാൻ വേണ്ടി അവിടുന്ന് തുരത്തി ഓടിച്ചു. എന്നിട്ട് തോറ്റതിന് ശേഷം നമ്മളെ ചേറായി അണ്ണൻ ഒരുപാട് സങ്കടത്തോടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചാലോ? വാ. എല്ലാവർക്കും നമസ്കാരം. പള്ളിപ്പുറം പഞ്ചായത്തിൽ 8ാം വാർഡിൽ നടന്ന മത്സരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് 65 വോട്ടിന് പരാജയപ്പെട്ടു. കൂടെ സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി നന്ദി. എന്റെ ചേറായി അണ്ണ, ശരിക്കും അവിടെ എന്താണ് എഴുതേണ്ടതെന്നറിയാം? കൂടെ നിന്ന് പൊട്ടിച്ച സംഖ്യക്ക് നന്ദി 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 എന്നാണ് അവിടെ എഴുതേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മളെ ചേറായി അണ്ണന്റെ പരാജയം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സന്തോഷം ഉണ്ടാക്കുന്ന വേറൊരു പരാജയം ഞാൻ കേട്ടത്. ആ പരാജയ വാർത്ത ഏതാച്ചല്ലേ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു 8 നിലയിൽ പൊട്ടി. 8 നിലയിൽ പൊട്ടി. ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പച്ചക്കള്ളവും വർഗീയതയും വൃത്തികേടും മാത്രം പുലമ്പുന്ന ഈ വേട്ടാവളിയും തോറ്റതും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയാണ്. പക്ഷെ ഈ വേട്ടാവളിനും തോറ്റതിന്റെ കാര്യമൊന്നും ഇവന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടാ. ഇവന്റെയും വിചാരം ആരും അറിയില്ല എന്നാണ്. എല്ലാവരും അറിഞ്ഞു എന്റെ വേട്ടാവളിന് ഉല്ലാസ് ബാബു നീ 8 നിലയിൽ തോറ്റ വിവരം. പിന്നെ വേറെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ വാർത്തയാണെന്നറിയാം? പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത്. നമ്മളെ സംഘി ജിമ്മനില്ലേ, പാലക്കാട് ജിമ്മൻ പറഞ്ഞത് പാലക്കാട് നമ്മൾ തൂത്തുവാരുന്നാണ്. അങ്ങനെ തൂത്തുവാരാൻ പോയിട്ട് എടുത്തു വെക്കാൻ പോലും പാലക്കാട് ജിമ്മനെ കൊണ്ടായിട്ടില്ല.
പിന്നെ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്ത എന്നറിയാം, പന്തളം നഗരസഭ BJP ഭരിച്ചുകൊണ്ടിരുന്ന പന്തളം നഗരസഭയിൽ BJP 8 നിലയിൽ പൊട്ടിത്തകർന്നു പോയി. പന്തളത്തെ കുറച്ച് രാജാക്കന്മാരെയും പഠിച്ചിട്ട് സവർണ ഹിന്ദുത്വം പറഞ്ഞിട്ട് അവിടെ കുറച്ചു കാലമായിട്ട് BJP വിജയിച്ച് വരലായിരുന്നു. അവിടെ തന്നെയാണ് സംഘങ്ങള് ശബരിമലന്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് കാലം വിലസി നടന്നത്. പക്ഷെ പന്തളത്തെ ജനങ്ങൾക്ക് അവസാന സംഭവം മനസ്സിലായി, ഇവരപ്പോഴത്തെ ഉടായ്പ് BJPനെ പോലത്തെ ഒരു ഉടായ്പ് വേറെ ഇല്ലാന്ന്. അതുകൊണ്ട് പന്തളത്ത് BJP അവിടുത്തെ ജനങ്ങൾ തുരത്തി ഓടിച്ചു. പക്ഷെ ഈ സന്തോഷ വാർത്തകളിലൊന്നും ഞാനൊന്നും മതിമറക്കുന്നേയില്ല. കാരണം കേരളത്തിൽ BJP എന്ന വർഗീയ പാർട്ടി ശരിയായ രീതിയിലെങ്കിലും കാലുറപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇനിയും കോൺഗ്രസ് ആയാലും CPM ആയാലും ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരായാലും BJPക്ക് കേരളത്തിൽ കാലുറപ്പിക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും നാശത്തിനായിരിക്കും. അതുകൊണ്ട് BJPക്ക് കാലുറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ആരും ചെയ്യാതിരിക്കുക. കുറച്ച് സങ്കടം ഉണ്ടാക്കുന്ന വാർത്തകൾക്കിടയിലും ഇതുപോലുള്ള വർഗീയ വിഷയങ്ങളെ തോപ്പിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി തന്ന അവിടുത്തെ നല്ലവരായ വോട്ടർമാർക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.